ഇവിടെ എത്തുമ്പോൾ ഒരു 10 പോയിന്റ് എക്സൈറ്റ് ആവണം, കാരണം ഇതിൻ്റെ ലോ ആണ്. ഇവിടെ എത്തുമ്പോൾ ഒരു 10 പോയിന്റ് എക്സൈറ്റ് ആയിട്ട് ബാക്കി ഹോൾഡ് ചെയ്യണം. ഓക്കെ, അതാണ് പ്ലാൻ. നോർമൽ റേഷ്യോ 1:8. ജസ്റ്റ് അതിൻ്റെ കാരണം ആ 20% അവിടെ കാര്യമില്ല. ഗായ്സ് എക്സിറ്റ് ഞാൻ ഹോൾഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നല്ലേ, ചെറുതായിട്ട് നോക്കിക്കൊണ്ടിരുന്ന സ്റ്റെപ്പിൽ ഒരു വിടക്കം വീഴണമുണ്ട്, എന്നിട്ട് വലിച്ചൊരു നീട്ടൊക്കെ നീട്ടിയത്. റൈഡായിരുന്നു കേട്ടോ. ഓക്കെയാണ് ഇന്നത്തെ റൈഡ് കംപ്ലീറ്റ്. ഞാനപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ അപ്പോൾ 10% എക്സൈറ്റ് ആക്കേണ്ട ഒരു സ്കീമുണ്ടായിരുന്നു, പക്ഷെ അവിടം വരെ എത്തിയില്ല. റീടെസ്റ്റ് ചെയ്ത് വീണ്ടും ഇത് വന്നപ്പോൾ ഗ്രീന് ഇങ്ങനെ ഷട്ടക്കെന്ന് വീണം. അപ്പോഴത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് വലിച്ച് നീട്ടിക്കൊടുത്ത്. അയ്യോ ഞാൻ അതിൻ്റെ ഫ്ലോ കിട്ടിയിട്ടുണ്ടോ, അത് പക്ക വീണ്ടും കുറച്ചും കൂടി താഴെ പോകും തോന്നുന്നു. എന്തെങ്കിലും ആവട്ടില്ല, നമ്മളെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ, ഓക്കെയാണ്. ഇനി ഇത് ക്ലോസ് ചെയ്തേക്കിട്ട്, ഇല്ലെങ്കിൽ വീണ്ടും എടുക്കാൻ തോന്നും. ആവശ്യമില്ലാത്ത പരിപാടിയാണ്. പിന്നെ ബൈക്കുള്ള പ്ലാൻ എവിടെ വന്നതെന്നറിയോ? അടുത്തൊന്നുമല്ല, അങ്ങ് വന്ന് നടക്കണ. അത് ഇവിടെ നിന്നൊന്നും ചെയ്തെടുക്കാനും പറ്റൂല. ഇവിടെ നിന്ന് എടുക്കുന്നത് ഇത് ഹൈ റിസ്കിയാണ്. റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നാൽ അടിച്ച് കയറിപ്പോ. സഡൻ എൻട്രി അടിച്ചു കഴിഞ്ഞാൽ മനസ്സിലായല്ലേ, ടാർഗറ്റ് ഇവിടെ നിന്ന് ഇവിടം വരെ വയ്ക്കുക, ഇവിടെ നിന്ന് ഇവിടം വരെ വയ്ക്കുക. ഇവിടെ നിന്ന് ഇവിടെ ഫസ്റ്റ് ടാർഗറ്റ്, ഇവിടെ നിന്ന് ഇവിടെ, സെക്കൻഡ് ഇവിടെ, തേർഡ് ഇവിടെ, ഫോർത്ത് ഇവിടെ. അതെ, ഒന്നും പറയണ്ട കാശ്, ഒന്നും പറയണ്ട. ഇന്ന് വെള്ളിയല്ലേ, ഇന്നത്തെ ട്രെയിനിങ് ചെയ്യുന്നല്ല, 2 ദിവസത്തേക്ക് റെസ്റ്റ്. നീ ലൈറ്റൊക്കെ ഓണാക്കിട്ട് ഇറങ്ങട്ടെ. മുങ്ങാതെ കിടക്കുന്നു, അല്ലെങ്കിൽ മേഘം വന്ന് കിടക്കുന്നേ. ഓക്കെയാണ്, ഓക്കെ അല്ലാത്ത ഒരേ ഒരു പ്രശ്നമല്ല ഈ ചൂട്. എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ? അഭിപ്രായം എന്തൊക്കെയാണ്? ചെടികൾ കുറെ വെക്കണമെന്നല്ലേ, എന്നാലും നെരിപ്പായിരിക്കും ചൂടുകൂടെ. പറയണ്ട ഗൈസ്. എനിക്ക് മൊബൈലൊക്കെ ഒന്ന് ചാർജ് ചെയ്തിട്ട് ഇന്ന് വരുമെന്ന് തോന്നല്ല ടീംസ് കേട്ടാ. എല്ലാവരും താഴെ ഇറങ്ങി ഈ ചെക്കിങ്ങിന് വന്നതിന് ശേഷം അതിലോട്ട് വെള്ളമാക്കി പിന്നെ ഇത് ക്ലീൻ ചെയ്യും. അങ്ങനെയാണ് പ്ലാൻ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഫുഡ് റെഡിയാക്കി കേട്ടോ, വിളിക്കുന്നതിന് മുമ്പേ റെഡിയാക്കി കേട്ടോ. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇപ്പം തന്നെ കഴിച്ചിട്ട് പോയി കുളിക്കേണ്ട പരിപാടി നോക്കാം എന്നതാണ് പ്ലാൻ. ഓക്കെ, എന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ നീ ഇടയിൽ കറണ്ട് പോകുമ്പോൾ എല്ലാം മറ്റേ ട്രിപ്പായ മെനക്കേടെ 7 മണിക്ക് എന്തോ പ്രശ്നമുണ്ട്. വോൾട്ടേജിൻ്റെ വേരിയേഷൻ ആണോ അതാ ഇന്നലെ മറ്റേ ഓവർലോഡ് ആയതുകൊണ്ടോ എന്താണെന്ന് അറിയാം. അടുത്ത പിന്നെ ഉണ്ടായി കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതും കഴിച്ചിട്ടങ്ങ് കുളിക്കണം. കഴിക്കട്ടെ, പോയി എടുത്താണ് കേട്ടോ, ഉണ്ടാക്കണം കേട്ടോ. കറക്കി കൊണ്ടുള്ളത് പ്രൈസ്. ഗുഡ് മോർണിംഗ്. അരമണിക്കൂർ മുമ്പ് എണീറ്റേ ഉള്ളൂ. വേണ്ട, ഇപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ. പെട്ടൊന്നുമില്ല, ടീ മാത്രം. കയറാൻ പോകണം കേട്ടോ, ടൈമായി. പോയി ചെടിയും കൂടി നോക്കട്ടെ എന്ന് പറഞ്ഞാൽ നേരെ പോയി ക്ലോറിനേഷൻ്റെ അവിടെ പോയി ചെക്ക് ചെയ്യാം. അത് മാത്രം നോക്കിയാൽ മതി. ഇവിടെ ഓക്കെയാണ്. മാർക്കറ്റ് നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ ശനിയല്ല, കൃത്യം നോക്കാം. അത് തന്നെ ഭംഗിക്ക് നോക്കാം, അനാലിസിസും ചെയ്യാം. അതെ, എടുക്കാൻ പറ്റുമെന്ന് വെച്ച് തോന്നണില്ല. അവിടെ ചെറിയ പോയിന്റ് ബേസിലൊരു മൂവ്മെന്റ് നോക്കാം, 1 മിനിറ്റിലെടുത്തിട്ട് അങ്ങനെ ഒരു നോക്കാം. പക്ഷെ അത് ഗാംബ്ലിങ് പോലെ ആയിരുന്നു. ആണൊരു വിഷയം. എത്ര നോക്കിയാലും അങ്ങോട്ട് അനാലിസിന്റെ കറക്റ്റ് ആവും. 10 എണ്ണത്തിലൊരു 3 എണ്ണം 4 എണ്ണം ആവും. ആ ഒരു പ്രോബബിലിറ്റിയിൽ നോക്കി എടുക്കാം. അത് തന്നെ, ആദ്യം കമ്പ്യൂട്ടർ ചെക്ക് ചെയ്തിട്ട് ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ, എല്ലാം ഓക്കെയാണ്. അറേഞ്ച് ചെയ്യാല്ലേ കമ്പ്യൂട്ടർ. ജസ്റ്റ് നീ പറയുന്നതനുസരിച്ച് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ മൂവ്മെന്റ് 10 ക്ലിപ്പ് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ
10 അല്ലെങ്കിൽ 12 ഫുള്ള് നോക്കിയ അത് തന്നെ. ഇവരുള്ളതിൽ ഇന്ന് നോക്കിയോ ഹൈയസ്റ്റ് എന്ന് പറഞ്ഞാൽ 10-12 വെപ്പ് തന്നെ വരും, കൂടുതലൊന്നും. അത് നോക്കിയിട്ട് ഇനി കാര്യമില്ല. തലവേദന കേസാ. ചെറിയൊരു മൂവ്മെന്റ് പോലും മനസ്സിലാവൂല എന്റെ ഒരു ഇങ്ങനെ സൈഡ് വൈസ് കളിച്ചുകൊണ്ടത്. ഇതൊന്നും നോക്കിയിട്ട് ഇനി കാര്യമില്ല. നീ കമ്പ്യൂട്ടർ തന്നെ ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ഒരു 1 മണിക്കൂർ ഇട്ട്. അത് തന്നെ ശരിക്കും പോണാട്ടോ. വയറൊക്കെ വിളിച്ചു തുടങ്ങി. കഴിച്ചിട്ട് അങ്ങ് പോണം. കൺട്രോൾ എൻ്റെ കയ്യിലാവും. കേട്ടോ വരയ്ക്കുന്നേട്ടോ ഇത്രയായി. അത് കുഴപ്പമൊന്നുമില്ല. വർഷീന്ന് അനാലിസിസ് നോക്കിയിട്ട് കാര്യമില്ല, നോക്കണു അത് തന്നെ. പിന്നെ കൺട്രോൾ ഒരു സ്ഥലത്ത് വെള്ളം കുറയ്ക്കാറുണ്ട്. എങ്ങനെ ലെവൽ കൂടിയെന്ന് പറഞ്ഞുകൂടെ, അതും കുറയ്ക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇനി പമ്പ് റൂം ക്ലോറിനേഷൻ പോയി നോക്കും. ഇത് കുഴപ്പമില്ല. ടെമ്പറേച്ചർ രക്ഷയില്ല. എൻ്റെ അകത്തോതി തന്നെ അവിക്കുന്നു. ഒരു 5 മിനിറ്റ് ഇവിടേക്ക് നിന്ന് കഴിഞ്ഞാൽ തീരും. എൻ്റെ ബോഡിയുടെ കാര്യത്തിൽ ഫീൽഡിങ് സെറ്റാ. കരുവാടാക്കി എടുക്കാം. കരുവാട്, അഖിൽ കരുവാട്. ഒരു ക്ലോറിനേഷനും കുഴപ്പമില്ല. അടുത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ പോവുക, കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യുക, അനാലിസിസ് ഉണ്ടാകും നോക്കുക. പോട്ടിനെ നോക്കട്ടെ. കുഴപ്പമില്ല കേട്ടോ, നോക്കി പിടിച്ചിട്ടുണ്ട്. ഇതുവരെ കുഴപ്പമില്ല. ഒരെണ്ണം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് വിളിച്ച് പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ അടുത്തത് അനാലിസിസ് ഉണ്ട് നോക്കട്ടെ. ഒന്നുമില്ല, അത് 1 മിനിറ്റിലേണ്. അത് ഇത്ര വലുതാക്കി ഇട്ടിരിക്കുന്നുണ്ട്, അതിലൊന്നുമില്ല. 5 പിപ്പ് പോലും ഇല്ല. മനസ്സിലായല്ലേ? മാർക്കറ്റ് നോക്കിയിട്ട് കാര്യമില്ല. ഓക്കെയാണ്. വേറെ വലിയ പരിപാടി ഒന്നുമില്ല. എഡിറ്റിങ്, അഡ്ജസ്റ്റ്മെന്റ് വിളിച്ച് പറഞ്ഞ അനുസരിച്ച് ചെയ്യുക, അതൊക്കെ തന്നെ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.